നമസ്കാരം, ഞാൻ സിയാദ് ഇല്ലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗ്ലോബൽ മാർക്കറ്റ് പെട്ടെന്നൊന്ന് കണ്ണോടിക്കുമ്പോൾ കാണുന്നത് ചൈന. അവിടെ കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ മാർക്കറ്റ് അവധിയായിരുന്നു, ലൂണാർ ഹോളിഡേ. അതിനുശേഷം ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു 1.5% റാലി രേഖപ്പെടുത്തി. ഇന്ന് US മാർക്കറ്റ് വാഷിങ്ടൺ ഹോളിഡേ ആയതുകൊണ്ട് US മാർക്കറ്റ് ഇന്ന് അവധിയാണ്. ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് 2000-ന് മുകളിൽ ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നുണ്ട്. അതുപോലെ തന്നെ ബിറ്റ്കോയിൻ അടുത്ത ദിവസം ഉണ്ടാക്കിയ ശക്തമായ റാലി അത് ചോർന്നു പോകാതെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഇന്ന് ഇപ്പോൾ നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്ന യൂറോപ്യൻ മാർക്കറ്റ് സ്ലൈറ്റ്ലി നെഗറ്റീവായ രീതിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. ഏഷ്യൻ മാർക്കറ്റ് പൊതുവെ ഫ്ലാറ്റ് ആയിരുന്നു. ചൈന 1.5% റാലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ മാർക്കറ്റിലേക്ക് വരാം. ആദ്യമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള സെക്ടർ പെർഫോമൻസ് നോക്കാം. സെക്ടർ പെർഫോമൻസിൽ റിയാലിറ്റി, PSU, IT ഈ 3 സെക്ടർ മാത്രമാണെന്ന് റെഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളൂ. ഫാർമ, FMCG, മീഡിയ, ഫിനാൻഷ്യൽ സർവീസ്, ബാങ്ക്, എനർജി, ഓട്ടോ, മെറ്റൽ തുടങ്ങിയ കമ്പനീസ് തുടങ്ങിയ സെക്ടേഴ്സ് എല്ലാം തന്നെ ഗ്രീനിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. നിഫ്റ്റി ഇന്ന് നല്ലൊരു ഗെയിൻ ഉണ്ടാക്കി. എന്നാൽ അവസാന സമയത്ത് ഗ്ലോബൽ മാർക്കറ്റ് എസ്പെഷ്യലി യൂറോപ്യൻ മാർക്കറ്റ് നെഗറ്റീവ് ആയതുകൊണ്ട് അവസാന സമയത്ത് ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നിഫ്റ്റി 81 പോയിന്റ്, സെൻസെക്സ് 281 പോയിന്റ്, ബാങ്ക് നിഫ്റ്റി 150 പോയിന്റിന്റെ ഗെയിൻ ഉണ്ടാക്കി. നിഫ്റ്റിയിൽ നിന്ന് മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുള്ളത് ഗ്രാസിം, ബജാജ് ഫിൻസർവ്, ബജാജ് ഓട്ടോ, സിപ്ല, ICICI ബാങ്ക് തുടങ്ങിയ കമ്പനീസ് 2 മുതൽ 3% വരെയുള്ള റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കോൾ ഇന്ത്യ, L&T, SBI ഇൻഷുറൻസ്, വിപ്രോ, HDFC ലൈഫ് തുടങ്ങിയ കമ്പനീസ് 1.5 മുതൽ 4% പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് പെട്ടെന്ന് നോക്കാം. നിഫ്റ്റി ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തു കാണാം. ആദ്യത്തെ ക്യാൻഡിൽ, അതിനുശേഷം സ്ലൈറ്റ്ലി ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് 22,025 എന്ന നിലയിൽ നിഫ്റ്റി സപ്പോർട്ട് എടുത്തു. അതിനുശേഷം നിഫ്റ്റി ഒരേ ഡയറക്ഷനിലേക്ക് പോയി. നിഫ്റ്റി ഇന്ന് അതിൻ്റെ ഓൾ ടൈം ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവസാന ലാപ്പിൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. 22,116 നിഫ്റ്റിയുടെ സ്പോട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നിഫ്റ്റിയുടെ സ്പോട്ട് 22,112 ആണെങ്കിൽ 22,000 മേജർ സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വലിയൊരു ഗ്രീൻ ബാർ കാണാം. പുട്ട് ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. 22,000, 22,300, 400, 500 റേഞ്ചുകൾ മേജർ റെസിസ്റ്റൻസ് സോണാണ്. PCR പോയിന്റ് 1 ആയിട്ട്, പോയിന്റ് 1 അല്ല 1 ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. ഫിൻനിഫ്റ്റി നാളെയാണ് ഫിൻനിഫ്റ്റിയുടെ എക്സ്പയറി. സ്പോട്ടുള്ളത് 20,548 എന്ന റേഞ്ച്. ആദ്യത്തെ ആ സ്പോട്ടിൻ്റെ അപ്പുറയും ഇപ്പുറയും മേജർ സപ്പോർട്ട് റെസിസ്റ്റൻസ് സോണായിട്ട് നിൽക്കുന്നുണ്ട്. PCR 0.8 ആണ്. നിഫ്റ്റിയുടെ പോലെ അത്ര ബുള്ളിഷ് അല്ല, കാരണം കോൾ ഷോർട്ട് ചെയ്ത ആളുകളുടെ എണ്ണം 2.59 CR ആണ്. ബാങ്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് പരിശോധിക്കാം. സ്പോട്ടുള്ളത് 46,500 ആണ്. 46,500 ഒരു സ്ട്രാഡിൽ ഫോം ചെയ്ത് കാണാൻ സാധിക്കും. PCR 1 ആണ്. മേജർ സപ്പോർട്ട് സോൺ 46,000 ആണ് മേജർ സപ്പോർട്ട് സോൺ. വലിയൊരു ഗ്രീൻ ബാർ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ 46,900 അല്ലെങ്കിൽ 47,000, 47,000 മേജർ റെസിസ്റ്റൻസ് സോൺ ആണ്. PCR 1 ആയിട്ട് നിഫ്റ്റിനെ പോലെ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഗ്ലോബൽ മാർക്കറ്റ് പെട്ടെന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $6 ഉയർന്ന് $2,019. അതിനുശേഷം ഇന്ത്യൻ റുപ്പീസ് ഡോളറിനെതിരെ 83 രൂപ 04 പൈസ. ബ്രെന്റ് ഓയിൽ 83.22 പെർ ബാരൽ. ഓസ്ട്രേലിയ ഗ്രീനിൽ അടച്ചു. ചൈന 1.5% റാലി. കോസ്പി കൊറിയ 1.5% റാലി. നിക്കി ജപ്പാൻ മാർക്കറ്റ് ഫ്ലാറ്റ്. ഡാക്സ്, CSE 40, FTSE തുടങ്ങിയ യൂറോപ്യൻ മാർക്കറ്റ് ഫ്ലാറ്റാണ്. MOX റഷ്യൻ മാർക്കറ്റാണ്, ഗ്രീനാണ്. ബിറ്റ്കോയിൻ 52,275 എന്ന നിലയിൽ റാലി തുടരുന്നുണ്ട്. ഇന്ത്യ വിക്സ് 5% ഉയർന്ന് 16 എന്ന നിലയിലാണ് ഇന്ത്യ വിക്സ് ഇന്ന് സ്പൈക്കായി. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഫ്ലാറ്റായ രീതിയിലാണ് ഉള്ളത്. ഗ്ലോബൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ മാർക്കറ്റിലുള്ള സ്റ്റോക്കുകളുടെ ന്യൂസിലേക്ക് പോകാം. ഇന്ന് ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാനലുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്ന് നമ്മളുടെ ചാനൽ വളരെ ചെറിയൊരു ചാനലാണ്. എന്നാൽ ആളുകളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യത്തിലും ന്യൂസ് കാണുന്ന ആളുകളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലും, പക്ഷേ കമൻറ്റുകളുടെ കാര്യത്തിൽ നമ്മളുടെ ചാനൽ വളരെയധികം വലിയൊരു ചാനലാണ്. കാരണം ഈ കാണുന്ന ആളുകളെല്ലാം തന്നെ ഭൂരിഭാഗം ആളുകളും എന്നോട് ഗുഡ് ഈവനിങ് പറയും, ഗുഡ് മോർണിംഗ് പറയും. നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞ് തിരക്കൊക്കെ കഴിഞ്ഞ് ഈ ഒരു ചാനൽ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സംശയങ്ങൾ നിവാരണം നടത്തും. ചില ആളുകൾ ചില തമാശകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും.
അങ്ങനെ വളരെ സൗഹൃദപരമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ മുന്നോട്ട് പോകുന്നത്. എന്നെ സംബന്ധിച്ച് വളരെ സ്പെഷ്യലാണ് ഈ ഒരു സമയം. കാരണം ഞാൻ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. മറ്റ് എന്ത് തിരക്കുണ്ടെങ്കിലും ഞാൻ ഈ ഒരു സമയത്ത് വന്ന് ന്യൂസ് ചെയ്യും അല്ലേ. നിങ്ങൾ എത്രയോ വർഷമായിട്ട് കാണുന്നതാണ്. ഈ ഒരു സമയത്ത് ഞാൻ കൃത്യം ഇവിടെ ഹാജരാണ്. പല ആളുകളും ഹാജരാന്നുള്ള രീതിയിൽ കമൻറ്റും ചെയ്യാറുണ്ട്. എന്നാൽ പുതിയ ആളുകൾ ഈ ഒരു ചാനൽ കാണുമ്പോൾ ഈ ഒരു ചാനൽ എന്താണോ ഉദ്ദേശിക്കുന്നതെന്ന് അവർക്ക് കൃത്യമായി ധാരണ ഉണ്ടാവില്ല. ഇതിലൊരു നമ്പർ കാണുന്നുണ്ട്, ഫോൺ നമ്പർ കാണുന്നുണ്ട്, നേരെ അവർ മൊബൈൽ എടുത്ത് കറക്കി കൊടുത്ത് നമ്മളെ വിളിക്കും. അതിനുശേഷം പല സ്റ്റോക്കുകളുടെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഓപ്ഷൻ്റെ പല സ്ട്രൈക്കുകളും ഇതെല്ലാം തന്നെ ചോദിക്കും. നമ്മൾ പറയും ഇത്തരം സർവീസുകളൊന്നും തന്നെ നമ്മൾ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറുഭാഗത്തുള്ള ആൾക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അവർ അതിൻ്റെ അരിശം തീർക്കുന്നത് നേരെ നമ്മുടെ ചാനലിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ നെഗറ്റീവ് കമൻറ്റ് ഇട്ടിട്ട് അങ്ങ് പോകും. അപ്പോൾ നിലവിൽ കാണുന്ന ആളുകൾ, നമ്മളെ സ്ഥിരം പ്രേക്ഷകർ അങ്ങനെയുള്ള നെഗറ്റീവ് കമൻറ്റുകളെ തീർത്തും അവഗണിക്കുക, അവരെല്ലാം തന്നെ പുച്ഛത്തോടെ നമ്മൾ തള്ളുക. കാരണം അവർ ഇന്നലെയോ മിനിഞ്ഞാന്നോ വന്ന് ഇതൊരു കോളൊക്കെ തരുന്നൊരു ചാനലാണെന്ന് കരുതി നമ്മളെ വിളിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അരിശം അവർ കമൻറ്റുകൾ തീർക്കും. നമുക്കതൊന്നും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ല. നേരെ നമുക്ക് നമ്മുടെ ന്യൂസിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ന്യൂസിലേക്ക് വരുമ്പോൾ ആദ്യമായിട്ട് BSE ഇന്ന് സെൻസെക്സിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. നിഫ്റ്റി 22,150 എന്ന് പറയുന്ന ഒരു റേഞ്ച്, അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. അപ്പം നിഫ്റ്റി ഓൾ ടൈം ഹൈ ആണെങ്കിൽ കൂടിയും സെൻസെക്സ് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 1% അകലെയാണ്. പക്ഷേ സ്റ്റിൽ 392 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് സെൻസെക്സ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ബാങ്ക് 4% അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് അകലെയാണ്. 48,636 എന്ന് പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് നിഫ്റ്റി മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും എല്ലാം തന്നെ അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 1% അകലെയാണ്. പക്ഷേ നിഫ്റ്റി ഇന്നൊരു പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. IRDA കമ്പനി PNB ആയിട്ട് പുതിയ ഒരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. IRDA ഇന്ന് ഗ്രീനിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. IOL കെമിക്കൽ കമ്പനി ഇവരുടെ ഒരു പുതിയ ഒരു കെമിക്കൽ പ്രൊഡക്റ്റിന് ചൈനീസ് അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തു നിന്ന് അപ്രൂവൽ കിട്ടി. ഇന്ന് 12% റാലി IOL കെമിക്കലിൽ കണ്ടു. സുല വൈൻ യാർഡ് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത സ്റ്റോക്കാണ്. ഇവരുടെ ഒരു വലിയൊരു ബ്ലോക്ക് ഡീല് വഴി ഏകദേശം 676 കോടി രൂപ വർത്ത് വരുന്ന സ്റ്റോക്കുകൾ ഇവരുടെ ഒരു മേജർ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യുന്നു എന്നുള്ള ന്യൂസ് ഇന്ന് രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. സ്റ്റോക്ക് 7% ഫോൾ രേഖപ്പെടുത്തി. മിൻഡ കോർപ്പ് കമ്പനി 8% റാലി രേഖപ്പെടുത്തി. 476 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതാണ് കാരണം. തോമസ് കുക്ക് കമ്പനി ഇവർ ഹോട്ടൽ ബിസിനസ്സിലേക്ക് കടന്നു വരികയാണ്. ഇവർ ഓൾറെഡി ട്രാവൽ ടൂറിസം രംഗത്തുള്ള കമ്പനിയാണ്. അപ്പോൾ ഇവർ 65 പുതിയ പ്രോപ്പർട്ടി ഇവർ അക്യൂർ ചെയ്തിട്ടുണ്ട്. IPOയിലേക്ക് വരുമ്പോൾ GPT ഹെൽത്ത് കെയർ IPO ഫെബ്രുവരി 22 ഓപ്പൺ ആവുന്നുണ്ട്. 177 രൂപ 186 രൂപയാണ് പ്രൈസ് റേഞ്ച് ഉള്ളത്. നമ്മൾ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് കട്ട് ഓഫ് പ്രൈസ് ടിക്ക് ചെയ്യാൻ മറക്കരുത്. Paytm ആക്സിസ് ബാങ്ക് ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. ഇവരുടെ നമുക്കറിയാം ഇവരുടെ ഫാസ്ടാഗ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ പ്രൈമറി ബാങ്കിൽ നിന്ന് മാറ്റണമെന്ന് തീരുമാനം ഉണ്ടായിരുന്നു. അപ്പോൾ ആക്സിസ് ബാങ്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. രാവിലെ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 5% അപ്പർ സർക്യൂട്ട് കിട്ടി. NHPC കമ്പനി പുതിയ സോളാർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ 1732 കോടി രൂപയുടെ ചെയ്യുന്നു. PP ഫിൻടെക് കമ്പനി 7% റാലി രേഖപ്പെടുത്തി. രാവിലെ പ്രീ മാർക്കറ്റിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് റെഗുലേറ്ററി നമ്മളുടെ ഇൻഷുറൻസ് റെഗുലേറ്ററി എല്ലാം തന്നെ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട്. ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളെല്ലാം തന്നെ സെല്ല് ചെയ്യാനായിട്ട്. JK സിമെൻറ്റ് 2025 ഫിനാൻഷ്യൽ ഇയറിൽ 10% വോളിയം ഗ്രോത്ത് അവർ കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. SBI BofA സെക്യൂരിറ്റീസ് എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി SBIനെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. L&T കമ്പനി ഇവർക്ക് അരാംകോ എന്ന് പറയുന്ന സൗദിയിലെ മേജർ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയാണ്. അപ്പോൾ അവരുടെ ഒരു മേജർ ഒരു ഓർഡർ ഉണ്ടായിരുന്നു. ഈ ഒരു ഓർഡറിൻ്റെ ടെൻഡർ L&T സമർപ്പിച്ചു. എന്നാൽ L&Tയുടെ ഈ ഒരു ബിഡ് അരാംകോ താൽക്കാലികമായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ന്യൂസ് കാരണമാണ് L&T ഇന്ന് ഒരു 1.3% ഒരു ഫോൾ ഉണ്ടായത്. NBCC കമ്പനി 363 കോടി രൂപയുടെ ഓർഡർ. രാംസം ഇൻഡസ്ട്രീസ് കമ്പനി DHC ആയിട്ട് ഒരു പുതിയ ഓട്ടോമോട്ടീവ് ഇലക്ട്രോണിക് മാനുഫാക്ചർ ചെയ്യാനായിട്ട് കമ്പനി ധാരണയായിട്ടുണ്ട്. കോൺഫിഡൻസ് പെട്രോളിയം കമ്പനി ഇന്ന് ശക്തമായ റാലി രേഖപ്പെടുത്തിയ കമ്പനിയാണ്. അവർ LNG ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാണ്. 10,000 പുതിയ LNG സ്റ്റേഷൻസ് എല്ലാം തന്നെ അവർ ചെയ്യുന്നുണ്ടെന്നുള്ള ന്യൂസാണ്. പൈസാല ഡിജിറ്റൽ ഇന്ന് 10% റാലി. അവരുടെ ബോർഡ് മീറ്റിംഗ് ഫെബ്രുവരി 22
ഫണ്ട് റേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കമ്പനിയുടെ പ്രധാന അജണ്ട ഈ ഒരു മീറ്റിങ്ങിൽ. ശുഭദിനം വീണ്ടും നേരുന്നു, ശുഭരാത്രി വീണ്ടും നേരുന്നു. നാളെ രാവിലെ 7:00 പ്രീ മാർക്കറ്റായിട്ട് എത്താം. താങ്ക് യു.